ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കെനെക്സ്. ഇറ്റ്സ് മീ ഏഞ്ചൽ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ജനറ്റിക്സ് ഓഫ് ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രണ്ട് ടേംസ് ആണ് ഏതൊക്കെ? നമ്മുടെ ഹെറിഡിറ്റിയും അതുപോലെ തന്നെ വേരിയേഷൻസ്. അതിൽ ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പാരൻസ് അല്ലെ, നമ്മുടെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ്, അവരുമായിട്ട് സിമിലർ ആയിട്ട് നമ്മളിൽ വരുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഹെറിഡിറ്റി എന്ന് വിളിക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേരിയേഷൻസ് എന്താണ്? വേരിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവരിൽ നിന്ന്, അതായത് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളിൽ കാണുന്ന ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വേരിയേഷൻസ് എന്ന് വിളിക്കുക. അപ്പം ഈ ഒരു പാഠത്തിൽ നമുക്ക് രണ്ട് വേരിയേഷൻസിനെ പറ്റി പഠിക്കാനുണ്ട്. ക്രോസിംഗ് ഓവറും പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ മ്യൂട്ടേഷനും പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ക്രോസിംഗ് ഓവർ ആണ്. നമ്മുടെ ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ ഒന്നാണ് എന്താ? ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. അപ്പോൾ ക്രോസിംഗ് ഓവർ നോക്കുമ്പോഴേക്കും നമുക്കറിയാം നമ്മുടെയൊക്കെ ബോഡിയിൽ ഗാമേറ്റുകൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അപ്പൊ അത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഗാമേറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഗാമേറ്റുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവിടെ കാരണമാകുന്ന ആ സെൽ ഡിവിഷൻ ഏതാണ്? ആ സെൽ ഡിവിഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിയോസിസ് അല്ലെങ്കിൽ ഊനഭംഗം. ഊനഭംഗം എന്ന് പറയുന്ന സെൽ ഡിവിഷൻ ആണ് എന്തിന് കാരണമാകുന്നത്? ഈ ഗാമേറ്റുകൾ അല്ലെങ്കിൽ ലിംഗകോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമാകുന്ന സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ മിയോസിസ് നടക്കുന്ന സമയത്താണ് ഈ പറയുന്ന ക്രോസിംഗ് ഓവർ നടക്കുന്നത് അല്ലെ. അപ്പൊ ക്രോസിംഗ് ഓവർ എപ്പോഴാണ് നടക്കുന്നത്? മിയോസിസ്, ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് മിയോസിസ് നടക്കുന്ന ടൈമിലാണ് ഈ പറയുന്ന DNA ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അപ്പോൾ DNA ക്രോസിംഗ് ഓവർ നടക്കും. നമുക്കറിയാം നമ്മുടെയൊക്കെ ബോഡിയിൽ അച്ഛനിൽ നിന്നുള്ള 23 പെയേഴ്സ് ഓഫ് ക്രോമസോമും അമ്മയിൽ നിന്നുള്ള 23 പെയേഴ്സ് ഓഫ് ക്രോമസോമുകളും ഉണ്ട് അല്ലെ. ഇത് രണ്ടും കൂടി ചേർന്ന് 46 പെയേഴ്സ് ഓഫ് ക്രോമസോമുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ ഈ ഗാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് മിയോസിസ് നടക്കുന്ന സ്റ്റേജിൽ, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എന്ത് സംഭവിക്കും? ഈ പറയുന്ന ക്രോമസോമുകൾ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ഒരേപോലെയുള്ള ക്രോമസോമുകൾ തമ്മിൽ എന്ത് ചെയ്യും? ജോഡി ചേരും, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്ത് ചെയ്യും? പെയേഴ്സ് ആവും അല്ലെ. ഇങ്ങനെ പെയേഴ്സ് അല്ലെങ്കിൽ ജോഡി ചേരുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോലോഗസ് ക്രോമസോംസ്. അതായത് ഐഡന്റിക്കൽ ക്രോമസോമുകൾ തമ്മിൽ ജോഡി ചേരുന്നതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഹോമോലോഗസ് ക്രോമസോംസ് എന്ന് പറയും. അപ്പോൾ ക്രോസിംഗ് ഓവറിൽ ഫസ്റ്റ് നടക്കുന്ന എന്താണ്? പെയറിംഗ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ്. അതായത് ഐഡന്റിക്കൽ ക്രോമസോംസ് ഇൻഹെറിറ്റഡ് ഫ്രം ദ പാരന്റ്സ് ഓഫ് ആൻ ഓഫ്സ്പ്രിങ്. അതായത് സ്വരൂപ ക്രോമസോമുകൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ജോഡി ചേരുന്നു. ഇതിങ്ങനെ ജോഡി ചേർന്ന് അടുത്തത് എന്താണ് അവർ ചെയ്യുക? ഇങ്ങനെ ജോഡി ചേർന്ന് നിൽക്കുക. അവർ എന്ത് ചെയ്യും? അടുത്തത് അവരുടെ ഈ പറയുന്ന നോൺ സിസ്റ്റർ ക്രോമാറ്റൈഡുകൾ എന്ത് ചെയ്യും? നോൺ സിസ്റ്റർ ക്രോമാറ്റൈഡുകളുടെ ആംസ് തമ്മിൽ എന്ത് ചെയ്യും? അവർ ക്രോസ് ചെയ്യും അല്ലെ. അവരുടെ ആംസ് ഇങ്ങനെ ക്രോസ് ചെയ്യും. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സ് പോലത്തെ ഒരു ഷേപ്പ് വരും അല്ലെ. എക്സ് പോലത്തെ ഒരു ഷേപ്പിൽ ഇങ്ങനെ ക്രോസ് ചെയ്യും. അങ്ങനെ ക്രോസ് ചെയ്ത് ഈ പറയുന്ന എക്സ് പോലെ വന്ന ഷേപ്പിലെ മിഡ് പോയിന്റ് അല്ലെ, അതായത് സെന്റർ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? കയാസ്മ എന്ന് വിളിക്കുന്ന. ദ പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഓഫ് പെയർഡ് ക്രോമസോംസ് ഈസ് കോൾഡ് കയാസ്മ. അപ്പം ഇങ്ങനെ കയാസ്മ ഫോം ചെയ്യും. ഇങ്ങനെ കയാസ്മ ഫോം ചെയ്ത് അടുത്ത എന്താ സംഭവിക്കുന്നത്? ദ ക്രോമാറ്റൈഡ്സ് ബ്രേക്ക് അറ്റ് ദിസ് റീജിയൻ ആൻഡ് ദ ബ്രോക്കൺ സെഗ്മെന്റ്സ് ആർ എക്സ്ചേഞ്ച് വിത്ത് ഈച്ച് അതർ. അതായത് ഈ പറയുന്ന കയാസ്മ പോയിന്റ് അല്ലെ, ഈ പോയിന്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന ക്രോമാറ്റൈഡുകൾ എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്ത് അവരുടെ, അതായത് ഈ നീല ക്രോമസോമിന്റെ ഒരു സെക്ഷൻ എന്ത് ചെയ്യും? നമ്മുടെ റെഡിലോട്ടും പോവും. റെഡ് ക്രോമസോമിലുള്ള ഈ ഒരു സെക്ഷൻ എന്ത് ചെയ്യും? നമ്മുടെ ബ്ലൂവിലോട്ട് വരും. അവരെന്ത് ചെയ്തു? പരസ്പരം അവരുടെ DNA അങ്ങോട്ടും ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് വഴിയായിട്ടാണ് എന്ത് സംഭവിക്കുക? നമ്മുടെ ഈ പറയുന്ന this exchange causes a recombination of alleles and this lead to the appearance of new traits in the offspring. അതായത് ഇങ്ങനെ അവര് DNA അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഗാമേറ്റുകൾ അല്ലെ, ഗാമേറ്റുകൾ പുതിയ അതായത് ഇതെന്ത് ചെയ്യുന്നു? സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടുവാനായിട്ട് കാരണമാകുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യും? പുതിയ ഫ്യൂച്ചർ, ഇപ്പൊ നമ്മൾ പറഞ്ഞ വേരിയേഷൻസ് അല്ലെ, വേരിയേഷൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടാകുന്ന ഓഫ്സ്പ്രിങ്സിൽ ഈ വേരിയേഷൻസിന് കാരണമാകുന്നു. അപ്പം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾക്ക് സിബ്ലിങ്സ് ഒക്കെ ഉള്ളവരുണ്ടാവും. അപ്പോൾ സിബ്ലിങ്സ് ഉള്ളവർ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ എക്സാക്ട്ലി നിങ്ങൾ ഒരേപോലെയാണോ ഇരിക്കുന്നത്? അല്ല അല്ലെ. നിങ്ങളുടെ അച്ഛനിലും അമ്മയിൽ നിന്ന് നോക്കുമ്പോഴേക്കും നിങ്ങൾ ചിലപ്പോൾ രണ്ടുപേർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. രണ്ടുപേരും ഒരേപോലെ ആയിരിക്കില്ല. അതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സമയവും ഓരോ തവണയും എന്താ? പുതിയ പുതിയ ഗാമേറ്റുകളാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുക അല്ലെ. അപ്പോൾ ഇങ്ങനെ ഗാമേറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഓരോ തവണ ഉണ്ടാവുമ്പോഴും എന്ത് നടക്കുന്നുണ്ട്? മിയോസിസ് നടക്കുന്നുണ്ട്. ഈ മിയോസിസ് നടക്കുമ്പോൾ എന്ത് നടക്കുന്നുണ്ട്? അതിന്റെ കൂടെ ക്രോസിംഗ് ഓവർ അല്ലെ, DNA ക്രോസിംഗ് ഓവർ നടക്കുന്നുണ്ട്. ഈ DNA ക്രോസിംഗ് ഓവർ ആണ് ഈ പറയുന്ന പുതിയ വേരിയേഷൻസിന് കാരണമാകുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഏത് പ്രോസസ്സിലാണ് ഈ പറയുന്ന ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ഗ്യാമേറ്റ് ഫോർമേഷന്റെ സമയത്ത് മിയോസിസ് നടക്കുന്ന സമയത്താണ് എന്ത് നടക്കുന്നത്, DNA ക്രോസിംഗ് ഓവർ നടക്കുന്നത്. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. പിന്നെ എന്താണ് കയാസ്മ? കയാസ്മ എന്താണ്? നമ്മുടെ ഈ പറയുന്ന നോൺ സിസ്റ്റർ ക്രൊമാറ്റൈഡുകൾ അതിന്റെ ആംസിനെ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുന്ന അതിന്റെ ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, സെന്റർ പോയിന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കയാസ്മ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഒരു ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്ന എന്താ, നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.